വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം സംഭവിച്ചിരിക്കുന്നു. ഇത്തവണ അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ആദിവാസി യുവാവ് 27 വയസ്സുകാരനായ ബാലകൃഷ്ണനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് ഇന്ന് രാവിലെയാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയാണ് അട്ടമല. ഇവിടെ നിന്ന് പല കുടുംബങ്ങളെയും നേരത്തെ മാറ്റി താമസിപ്പിച്ചിരുന്നു. എന്നാൽ ഏതാനും ചില ആദിവാസി കുടുംബങ്ങൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഇത് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയിലെ കാടുകൾ വെട്ടിത്തെളിക്കാത്തതാണ് കാട്ടാന ആക്രമണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ആന വരുമ്പോൾ കാണാൻ കഴിയാത്തതും ഈ അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി. വനംവകുപ്പ് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ ഒരു പരാമർശം, ഒരു പ്രസ്താവന വിവാദമായിരിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളെല്ലാം ജനവാസ മേഖലയിൽ അല്ല എന്നും ആദിവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിലെത്തുന്നത് എന്നുമാണ് മന്ത്രി ചോദിച്ചത്. അത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ഏതായാലും 27 വയസ്സുകാരനായ ബാലകൃഷ്ണനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് അട്ടമലയിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇവിടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്, പോലീസ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഇനി എന്ത് നടപടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിയിൽ ഇപ്പോൾ ആരംഭിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നിട്ട് പറയാനുള്ളത്, ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിൽ 8ഓളം മനുഷ്യരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് നമുക്കറിയാം, കുഞ്ഞവറാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മലമ്പുഴയിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകാത്തതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അന്നും വളരെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമെന്നാണ്. ഫെൻസിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാട്ടാന ഇറങ്ങാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇന്ന് വരെ തീരുമാനമായിട്ട് ടെൻഡർ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. ആളുകളൊക്കെ തന്നെ വളരെ വയലിനെ നിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്തായാലും ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് കുറേ ഡിമാൻഡുകളുണ്ട്, സർക്കാരോട് പറയാനുള്ള കുറേ ഡിമാൻഡുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം. അത് നമ്മൾ ബന്ധപ്പെട്ടവരോട് സമീപിക്കാൻ, അവർക്ക് 25 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് വീടും സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് പാർപ്പിക്കണം. നിയമത്തിൻ്റെ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ റോഡ്, ഫോറസ്റ്റിലൊക്കെ റോഡിൻ്റെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഉന്നതിയിലേക്കൊന്നും റോഡ് വെട്ടാൻ പറ്റാത്ത സാഹചര്യം പൊതുവെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമുക്ക് ഫണ്ട് തരും, ആളുകൾ താമസിക്കുന്ന ഫോറസ്റ്റിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിരിക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, ഫോറസ്റ്റ് പെർമിഷൻ തരില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണം. എന്തായാലും അതാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള രാജു ഹെജിമാടിയാണ് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ HMLന്റെ മാനേജർ അടക്കമുള്ളവരോടുണ്ട്. അജീഷ്, ഈ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ തൊഴിലാളികളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാവും സ്വാഭാവികമായിട്ട്, തോട്ടത്തിനകത്താണ്. അല്ല, ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ തൊഴിലാളികൾ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നില്ല. ഇവർ ട്രൈബൽസ് താഴെ കോളനി താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ലാൻഡ് സ്ലൈഡിന് ശേഷം അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മുടെ പാടിയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരാളാണ് മരണപ്പെട്ടത്. ഞങ്ങൾ രാവിലെ ഫീൽഡിൽ വന്നപ്പോഴാണ് ഇവർ അന്വേഷിച്ച് വന്നിട്ട് ഇവരുടെ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ടത്. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. ഇന്നലെ രാത്രിയിലെപ്പോഴാണ് സംഭവിച്ചത്. ഒരു 3 പേര് രാത്രിയിൽ നിന്ന് വെളിയിൽ പോയെന്ന് പറയുന്നു കൂടുതലുള്ള ആളുകൾ. അതാണ് അവർ രാത്രിയിൽ തിരിച്ച് വന്നില്ല, ഒരാൾ വന്നില്ലെന്നുള്ളതാണ് അവർ നിലവിൽ നമ്മുടെ അടുത്ത് പറഞ്ഞത്. നേരത്തെ ഈ കാട്ടാന പ്രശ്നമുള്ള ഈ മേഖലയിൽ പൊതുവേ കാട്ടാന പ്രശ്നമുള്ളതാണ്. നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട്. പൊതുവേ ലാൻഡ് സ്ലൈഡിന് ശേഷം ആനകളുടെ ശല്യം പൊതുവേ കൂടുതലാണ് ഈ ഏരിയയിൽ. കാട്ടാന മാത്രമല്ല, ബാക്കിയെല്ലാ മൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. HMLന്റെ മാനേജറാണ് നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചില ഡിമാൻഡുകൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ലാൻഡ് സ്ലൈഡിന് ശേഷം, ഈ മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം വന്യജീവി ശല്യം ഈ മേഖലകളിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സുർജിത്ത്, ഈ അട്ടമല മേഖലയിൽ നിന്ന് കുടുംബങ്ങളെയൊക്കെ ഏതാണ്ട് മാറ്റി പാർപ്പിച്ചിരുന്നു. ഏതാണ്ട് ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിച്ചിരുന്നത്. അവരിൽ 3 പേർ ഇന്നലെ രാത്രി പോയിരുന്നു എന്ന് പറയുന്നു. അതിൽ 2 പേർ മാത്രമാണ് മടങ്ങി വന്നത്. ഒരാൾ തിരികെ വന്നില്ല. പിന്നീടാണ് ഈ മരണവാർത്ത അറിയുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുള്ള ആദിവാസി യുവാവ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പഞ്ചായത്തിന് സർക്കാരിന് മുന്നിൽ വെക്കാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫെൻസിംഗ് അടിയന്തരമായി പൂർത്തിയാക്കണം. 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാര തുകയായി നൽകണം. ഇവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം എന്നിങ്ങനെ പോകുന്നു സർക്കാരിന് മുന്നിൽ വെക്കാനുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതിന്റെ പട്ടികയാണ് നേരത്തെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, കമ്മിറ്റി ചെയർമാൻ രാജു വിശദീകരിച്ചത്.